ഹലോ ട്രേഡേഴ്സ്, ട്രേഡിങ്ങിനെ പറ്റി എ ടു ഇസഡ് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്ന ഈ ഒരു സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നത് മൾട്ടിപ്പിൾ കാൻഡിൽസ്റ്റിക് പാറ്റേൺസിനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ സിംഗിൾ കാൻഡിൽസ്റ്റിക് പാറ്റേൺസിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കി, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ കാൻഡിൽസ്റ്റിക് പാറ്റേൺസിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് ട്രെൻഡ് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ട്രെൻഡ് അനാലിസിസ് എങ്ങനെയാണ് നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു ബിറ്റ് കോയിൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതൊരു ഇൻസ്ട്രുമെൻറ്റിൻ്റെയും പ്രൈസ് അല്ലെങ്കിൽ വില ഒന്നുകിൽ എന്ത് ചെയ്യാം, മുകളിലേക്ക് കൂടാം, അല്ലെങ്കിൽ വില താഴേക്ക് ഇടിയാം, അല്ലെങ്കിൽ നിന്നെടുത്ത് തന്നെ നിൽക്കാം. ഈ 3 സിറ്റുവേഷൻസ് ആണ് മാർക്കറ്റിൽ ഉണ്ടാവാറുള്ളത്. ഒന്നുകിൽ വില കൂടാം, ഒന്നുകിൽ വില ഇടിയാം, ഒന്നുകിൽ എവിടെയാണോ പ്രൈസ് നിൽക്കുന്നത് ആ ഒരു പോയിന്റിൽ തന്നെ നിലനിൽക്കാം. അങ്ങനെ 3 സാഹചര്യങ്ങളാണ് സാധാരണ മാർക്കറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ മുകളിലേക്ക് പോകുന്ന മാർക്കറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ് ട്രെൻഡ്. അതേസമയം താഴേക്ക് വരുന്ന മാർക്കറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡൗൺ ട്രെൻഡ് എന്നാണ്. അതേസമയം മുകളിലേക്കും പോകുന്നില്ല, താഴേക്കും പോകുന്നില്ല, ഒരേ പ്രൈസിൽ തന്നെ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാർക്കറ്റിനെ വിളിക്കുന്ന പേരാണ് സൈഡ് വേസ്. നോട്ട് ചെയ്യുക, മുകളിലേക്ക് പോകുന്ന മാർക്കറ്റിനെ നമ്മൾ അപ് ട്രെൻഡ് എന്നും, അതേസമയം താഴേക്ക് വീഴുന്ന മാർക്കറ്റിനെ ഡൗൺ ട്രെൻഡ് എന്നും, മുകളിലേക്കും പോകുന്നില്ല താഴേക്കും വീഴുന്നില്ല എന്നൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ അതിനെ സൈഡ് വേസ് എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, വില ഒറ്റ അടിക്ക്, അതായത് കുത്തനെ നമുക്ക് മുകളിലേക്ക് കയറുന്നതായിട്ട് കാണാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല. ഒരു പാറ്റേൺ ഉണ്ട്. പ്രൈസ് വില കൂടുന്നതായാലും അല്ലെങ്കിൽ വില ഇടിയുന്നതായിരുന്നാലും അതിനൊരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് വില അപ്പ് സൈഡിലേക്ക് മൂവ്മെൻറ്റ് നടത്തുന്നത് എന്ന് നോക്കാം. അപ്പോൾ അപ് ട്രെൻഡാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ് ട്രെൻഡ് മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്ന് നോക്കാം. എപ്പോഴും ഹയ്യർ ഹൈ ഹയ്യർ ലോ, ഈ ഒരു പാറ്റേണിലായിരിക്കും ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് മൂവ് ചെയ്യുക. ഈ ഒരു പാറ്റേണിലായിരിക്കും ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യുക. അപ്പോൾ ഇതെന്താണ് ഈ ഒരു പാറ്റേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? HH, ഹയ്യർ ഹൈ. അതുപോലെ തന്നെ HL, ഹയ്യർ ലോ. HL ആണ് ഹയ്യർ ലോ. അപ്പോൾ ഇത്തരത്തിൽ ഹയ്യർ ഹൈസും അതുപോലെ തന്നെ ഹയ്യർ ലോസും മേക്ക് ചെയ്തുകൊണ്ടാണ് ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നത് ഒരു ഹയ്യർ ഹൈ ആണ്. ഈ ഹൈക്കും എബോ ആണ് നെക്സ്റ്റ് മേക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഹൈ എന്ന് പറയുന്നത്. സോ അതൊരു ഹയ്യർ ഹൈ ആണ്. ഈ ഒരു ഹൈക്കും എബോ ആണ് നെക്സ്റ്റ് മേക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഹൈ പോയിന്റ് എന്ന് പറയുന്നത്. സോ ഇതൊരു ഹയ്യർ ഹൈ ആണ്. ഇവിടെ ഒരു ഹയ്യർ ലോ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഈ താഴ്ഭാഗത്ത് ഇതൊരു ഹയ്യർ ലോ ആയിട്ട് കണക്കാക്കാം. ഇതൊരു ഹയ്യർ ലോ ആണ്. ഇതിന് എബോ ആണ് നെക്സ്റ്റ് മേക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ലോ പോയിന്റ്. സോ അതിനെ ഹയ്യർ ലോ എന്ന് വിളിക്കുന്നു. ഈ ഒരു ലോയ്ക്കും എബോ ആണ് നെക്സ്റ്റ് മേക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ലോ. സോ അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഹയ്യർ ലോ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഹയ്യർ ഹൈസും ഹയ്യർ ലോസും മേക്ക് ചെയ്തുകൊണ്ടാണ് ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് അല്ലെങ്കിൽ വില കൂടുന്ന മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. അല്ലാതെ ഒരൊറ്റ സ്ട്രെച്ചിന് സ്ട്രെയിറ്റ്ലി അപ്പ് സൈഡിലേക്ക് ഒരു കാരണവശാലും മൂവ് ചെയ്യുന്നതല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ട്രെൻഡ് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂൾ യൂസ് ചെയ്യാറുണ്ട്. ആ ടൂളിനെ വിളിക്കുന്ന പേരാണ് ട്രെൻഡ് ലൈൻ. നോട്ട് ചെയ്യുക, ആ ഒരു ടൂളിനെ വിളിക്കുന്ന പേരാണ് ട്രെൻഡ് ലൈൻ. അപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ടൂൾസ് ഉള്ളതെന്ന് കഴിഞ്ഞൊരു സെഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ 1, 2 രണ്ടാമത്തെ ഓപ്ഷനിൽ ഇവിടെ ചെറിയൊരു ആരോ മാർക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരുപാട് ടൂൾസ് ഇവിടെ ഓപ്പണായി വന്നിട്ടുള്ളത് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ടൂളിൻ്റെ പേര് ട്രെൻഡ് ലൈൻ എന്നാണ്. അപ്പോൾ ആ ഒരു ട്രെൻഡ് ലൈൻ സെലക്ട് ചെയ്യുക. ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത്തരത്തിൽ ഈ ഹയ്യർ ലോസിനെ എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാനൊക്കെ കഴിയും. കണ്ടോ, ഇത്തരത്തിൽ ഹയ്യർ ലോസിനെ എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് മുകളിലേക്ക് വരയ്ക്കുന്ന ഈ ഒരു ലൈനിനെ വിളിക്കുന്ന പേരാണെന്ത്? ട്രെൻഡ് ലൈൻ. അപ്പോൾ ഒരു ട്രെൻഡ് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ട്രെൻഡ് ലൈൻ എന്ന ടൂൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ട്രെൻഡ് ലൈൻ. അപ്പോൾ ഒരു അപ് ട്രെൻഡ് മാർക്കറ്റിന് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ട്രെൻഡ് ലൈൻ എന്ന ഈ ഒരു ടൂളിൻ്റെ സഹായത്തോടു കൂടി തന്നെ മാർക്ക് ചെയ്ത് വരയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ശ്രദ്ധിക്കുക. ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യുന്നത് ഹയ്യർ ഹൈ ഹയ്യർ ലോ മേക്ക് ചെയ്തുകൊണ്ടാണ്. അതിനെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ ട്രെൻഡ് ലൈൻ എന്ന ടൂൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഹയ്യർ ലോസിനെ എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മേളിലേക്ക് വരയ്ക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കൊരു അപ് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഡൗൺ ട്രെൻഡ് എങ്ങനെയാണ് ഫോം ആകുന്നത് എന്ന് നോക്കാം. ഡൗൺ ട്രെൻഡ്. അപ്പോൾ ഇവിടെ നമ്മൾ അപ് ട്രെൻഡിൽ പഠിച്ചതുപോലെ തന്നെ കുത്തനെ വില ഒരു കാരണവശാലും മേളിലേക്ക് കൂടത്തില്ല. അതുപോലെ തന്നെ സ്ട്രെയിറ്റ്ലി നേരെ താഴേക്ക് വില ഇടിയത്തുമില്ല. നോട്ട് ചെയ്യുക, സ്ട്രെയിറ്റ് ആയിട്ട് നേരെ എന്ത് ചെയ്യത്തില്ല, വില ഇടിഞ്ഞങ്ങ് താഴേക്ക് വീഴത്തില്ല. ഒരു പാറ്റേൺ ഉണ്ട്. ഡൗൺ ട്രെൻഡ് മൂവ് ചെയ്യുന്നതും
ഒരു പാറ്റേണിലാണ്. നേരത്തെ അപ് ട്രെൻഡ് മാർക്കറ്റ് മൂവ് ചെയ്യുന്ന ഹയർ ഹൈ ഹയർ ലോ ആണ്. അതേസമയം ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതോ ലോവർ ലോ ലോവർ ഹൈ മേക്ക് ചെയ്തുകൊണ്ടാണ് ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. LL ലോവർ ലോ, LH ലോവർ ഹൈ. അപ്പോൾ ഇത്തരത്തിൽ ലോവർ ലോ ലോവർ ഹൈ മേക്ക് ചെയ്തുകൊണ്ടാണ് ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് താഴേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ലോവർ ലോ വരുന്നതെന്ന് നോക്കാം. ഈ ഒരു പോയിൻ്റ് ഒരു ലോവർ ലോ ആണ്. ഇവിടെ ഒരു ലോവർ ഹൈ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോയ്ക്കും താഴെയാണ് നെക്സ്റ്റ് മേക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ലോ. അതുകൊണ്ട് തന്നെ ഇതിനെ ലോവർ ലോ എന്ന് വിളിക്കുന്നു. ഈ LH അഥവാ ലോവർ ഹൈക്കും താഴെയാണ് നെക്സ്റ്റ് മേക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ലോവർ ഹൈ, ഈ ഒരു ഹൈ പോയിന്റ്. അതുകൊണ്ടാണ് അതിനെ ലോവർ ഹൈ എന്ന് വിളിക്കുന്നത്. വീണ്ടും താഴെ നോക്കുവാണെങ്കിൽ ഈ ഒരു ലോവർ ലോയ്ക്കും അല്ലെങ്കിൽ ഈ ഒരു ലോയ്ക്കും താഴെയാണ് നെക്സ്റ്റ് മേക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ലോ. സോ അതുകൊണ്ട് തന്നെ ഇതിനെ ലോവർ ലോ എന്ന് വിളിക്കുന്നു. ഇനി മേളിലേക്ക് നോക്കുവാണെങ്കിലോ ഈ ഒരു ഹൈക്കും താഴെയാണ് നെക്സ്റ്റ് മേക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഹൈ പോയിന്റ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ ലോവർ ഹൈ എന്ന് വിളിക്കുന്നു. അപ്പോൾ അപ് ട്രെൻഡ് മാർക്കറ്റിൽ നമ്മൾ ട്രെൻഡ് ലൈൻ യൂസ് ചെയ്തത് താഴെ നിന്ന് മേളിലേക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ ട്രെൻഡ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കേണ്ടത് മേളിൽ നിന്ന് താഴേക്കാണ്. ഇത് മാറിപ്പോകരുത്. ഒരു കാരണം വെച്ചാൽ നമ്മുടെ ലോവർ ഹൈസിനെയെല്ലാം ഇത്തരത്തിൽ ലോവർ ഹൈസിനെയെല്ലാം കണക്ട് ചെയ്തുകൊണ്ടാണ് എപ്പോഴും നമ്മൾ താഴേക്ക് ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ ട്രെൻഡ് ലൈൻ വരയ്ക്കേണ്ടത്. പലരും ഇത് തെറ്റിദ്ധരിച്ചുകൊണ്ട് താഴേക്ക് നിന്ന് താഴേക്ക് വരയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് ലോവർ ലോസിനെ എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, കൃത്യമായിട്ട് നമ്മൾ വരയ്ക്കേണ്ടത് ലോവർ ഹൈസിനെ എല്ലാം കണക്ട് ചെയ്തുകൊണ്ടാണ് താഴേക്ക് എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ വരയ്ക്കേണ്ടത്. എപ്പോഴും അപ് ട്രെൻഡ് ആണെങ്കിൽ ഇതേ കണ്ടോ, ഹയർ ലോസിനെ കണക്ട് ചെയ്തുകൊണ്ട് താഴെ നിന്ന് മേളിലേക്കാണ് നമ്മൾ വരയ്ക്കുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ നമ്മൾ വരയ്ക്കേണ്ടത്. മേളിൽ നിന്ന് താഴേക്കാണ് നമ്മൾ ആ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കേണ്ടത്. അപ്പോൾ അപ് ട്രെൻഡ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഹയർ ഹൈ ഹയർ ലോ മേക്ക് ചെയ്തുകൊണ്ടായിരിക്കും. അതേസമയം ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ലോവർ ലോ ലോവർ ഹൈ മേക്ക് ചെയ്തുകൊണ്ടായിരിക്കും. ഇനി മൂന്നാമതൊരു ടൈപ്പ് ഓഫ് മാർക്കറ്റ് ഉണ്ട്, സൈഡ് വേസ്. അപ്പോൾ സൈഡ് വേസ് മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് നോക്കാം. ഇത് മുകളിലേക്കും പോകത്തില്ല അല്ലെങ്കിൽ താഴേക്കും വീഴത്തില്ല. ഒരേ പ്രൈസ് റേഞ്ചിൽ തന്നെ കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സൈഡ് വേസ് മാർക്കറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പോകുവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ടൂൾ എടുക്കുന്നു, 1, 2. ഇവിടെ ചെറിയൊരു ആരോ മാർക്ക് ഉണ്ടാവും. ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ലൈനും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ റേ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ എടുക്കുന്നു, അതിനുശേഷം ഈ മേൽഭാഗത്ത് എല്ലാം ടച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ കഴ്സർ വയ്ക്കുന്നു, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലേക്ക് നീണ്ട ആ ഒരു ലൈൻ നിങ്ങൾക്ക് കാണാം, റൈറ്റ് സൈഡിലേക്ക് നീണ്ട ആ ഒരു ലൈൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ടൂൾ എടുക്കുന്നു, 1, 2 രണ്ടാമത്തെ ഓപ്ഷനിൽ ചെറിയൊരു ആരോ മാർക്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഹൊറിസോണ്ടൽ റേ എടുക്കുന്നു, അതിനുശേഷം താഴ്ഭാഗത്ത് എല്ലാം കണക്ട് ചെയ്ത് പോകുന്ന രീതിയിൽ ഞാൻ എൻ്റെ കഴ്സർ വയ്ക്കുന്നു, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, താഴ്ഭാഗത്ത് ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് നീണ്ട ലൈന് കാണാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഹൊറിസോണ്ടൽ റേ നിങ്ങൾ എവിടെയാണോ കൊണ്ട് ക്ലിക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്കായിരിക്കും ആ ഒരു നീണ്ട ലൈൻ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡ് വേസ് മാർക്കറ്റ് നമ്മൾ എടുത്ത് നോക്കുവാണ് എന്നുണ്ടെങ്കിൽ, സൈഡ് വേസ് മാർക്കറ്റിൽ നമുക്ക് ഒന്നുകിൽ ഈ രണ്ട് ടൂൾ യൂസ് ചെയ്യാം. ഒന്നുകിൽ ഹൊറിസോണ്ടൽ ലൈൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൊറിസോണ്ടൽ റേയും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസമാണ് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചു തന്നിട്ടുള്ളത്. ഏത് വേണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഈക്വൽ ഹൈസും അതുപോലെ തന്നെ ഈക്വൽ ലോസുമാണ് മേക്ക് ചെയ്യുന്നത്. ഈക്വൽ ഹൈസും അതുപോലെ തന്നെ ഈക്വൽ ലോസും. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഈക്വൽ ഹൈസ് മേക്ക് ചെയ്യുന്നത്? ദേ എല്ലാം ഒരേ ഹൈ ആണ്. സോ അതുകൊണ്ടെല്ലാം ഈക്വൽ ഹൈ, ഈക്വൽ ഹൈ. മേൽഭാഗത്തെല്ലാം ഒരുപോലെയാണ്. സോ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു ഈക്വൽ ഹൈ ആണ്. അതേസമയം താഴ്ഭാഗത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ലോ ആണ്. കണ്ടോ, ഈക്വൽ ലോ, ഇത് ലോ ആണ്. എല്ലാം ഒരേ പ്രൈസിൽ തന്നെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഒരേ റേഞ്ചിലാണ് വരുന്നത്. സോ അതുകൊണ്ടാണ് ഇവയെ ഈക്വൽ ഹൈസ് എന്നും അല്ലെങ്കിൽ ഈക്വൽ ലോസ് എന്നും വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എടുത്ത് പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ അപ് ട്രെൻഡ് മാർക്കറ്റ് ആയിക്കോട്ടെ ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് ആയിക്കോട്ടെ അതിൽ ട്രെൻഡ് ലൈൻ ആയിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ നമ്മൾ ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു സൈഡ് വേസ് മാർക്കറ്റിൽ ഈക്വൽ ഹൈസിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന, നോട്ട് ചെയ്യുക, ഈക്വൽ ഹൈസിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഈ ഒരു ലൈനിനെ വിളിക്കുന്ന പേര് റെസിസ്റ്റൻസ് എന്നാണ്. ഈ ഒരു ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേര് റെസിസ്റ്റൻസ്.
അതേസമയം ഈക്വൽ ലോസിനെല്ലാം കണക്ട് ചെയ്ത് താഴ്ഭാഗത്ത് വരയ്ക്കുന്ന ഈ ഒരു ലൈനിനെ വിളിക്കുന്ന പേര് സപ്പോർട്ട് എന്നാണ്. സപ്പോർട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവയെ സപ്പോർട്ട് എന്നും അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്നും വിളിക്കുന്നത്? ഇവിടെ നമുക്ക് കാണാം ഈ ഒരു പോയിന്റിൽ എപ്പോഴൊക്കെ വില എത്തുന്നു, മേളിലേക്ക് വില കൂടുന്നു, എപ്പോഴും ഈ കാണുന്ന ലൈൻ എത്തുമ്പോഴേക്കും അവിടെ നിന്ന് റിജക്റ്റ് ചെയ്ത് വില താഴേക്ക് ഇടിയും, വീണ്ടും അപ്സൈഡിലേക്ക് പോകുന്നു, എപ്പോഴാണോ ആ ഒരു പോയിന്റിലേക്ക് എത്തുന്നത് വീണ്ടും വില ഇടിഞ്ഞ് താഴേക്ക് വരുന്നു, വീണ്ടും ആ ഒരു ലെവലിലേക്ക് എത്തുന്നു. അതായത് അവിടെ ഒരു റെസിസ്റ്റൻസ് തട്ടി താഴേക്ക് വീഴുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴേക്ക് വരുന്ന സമയത്തും ഈ കാണുന്ന ഞാൻ ഈ ഹൊറിസോണ്ടൽ റേ വരച്ചിരിക്കുന്ന ഈ ഒരു ലൈനിലേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ നിന്ന് നേരെ തിരിച്ച് അപ്സൈഡിലേക്ക് മൂവ്മെൻറ്റ് നടത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതായത് ഇവിടെ സപ്പോർട്ട് എടുത്തുകൊണ്ട് മുകളിലേക്ക് പോകുന്നതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ട്രെൻഡ് ലൈൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും വരയ്ക്കുന്നു. അതേസമയം സൈഡ് വേസ് മാർക്കറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഈക്വൽ ഹൈസിനെല്ലാം മാർക്ക് ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേര് റെസിസ്റ്റൻസ് എന്നും അതേസമയം ഈക്വൽ ലോസിനെ മാർക്ക് ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെ സപ്പോർട്ട് എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡ് സൈഡ് വേസ് വരയ്ക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് മനസ്സിലാക്കി നോക്കാം. അപ്പോൾ ഞാനിവിടെ 30 മിനിറ്റ് ടൈം ഫ്രെയിം പ്ലോട്ട് ചെയ്യുന്നു. അതിനുശേഷം ഓരോ ട്രെൻഡ് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, ഒരു അപ് ട്രെൻഡിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അതുപോലെ തന്നെ ഒരു ഡൗൺ ട്രെൻഡിനെ എങ്ങനെ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെ നിങ്ങൾക്ക് ആദ്യം പെട്ടെന്ന് തന്നെ ഈ ഒരു അപ് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാനൊന്ന് പഠിപ്പിച്ചു തരാം. അതായത് ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്ന കോർണറിൽ നിന്നും റൈറ്റ് സൈഡിൽ മേളിലത്തെ ഈ ഒരു കോർണറിലേക്കാണ് പ്രൈസ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇതൊരു അപ് ട്രെൻഡാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ അപ് ട്രെൻഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ടൂൾ എടുക്കുന്നു, നമ്മുടെ ട്രെൻഡ് ലൈൻ എന്ന ടൂൾ എടുക്കുന്നു, താഴേന്ന് മേളിലേക്ക് ഞാൻ ഇത്തരത്തിൽ വരച്ചെടുക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, മൾട്ടിപ്പിൾ പോയിൻറ്റ്സ് കണക്ട് ചെയ്ത് വേണം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു പോയിന്റിൽ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്, അതുപോലെ തന്നെ താഴ്ഭാഗത്ത് ഈ ഒരു ഭാഗത്തും ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മൾട്ടിപ്പിൾ പോയിൻറ്റ്സ് കണക്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മളെപ്പോഴും ട്രെൻഡ് ലൈൻസ് വരയ്ക്കേണ്ടത്. ഇനി ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും? ഈസി ആയിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ടോപ്പ് കോർണറിൽ നിന്നും ഈ മേൽഭാഗത്ത് നിന്നും താഴേക്കാണ്, ഈ ഒരു ബോട്ടം കോർണറിലേക്കാണ് പ്രൈസ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇതൊരു ഡൗൺ ട്രെൻഡാണ്. വളരെ സിമ്പിളായിട്ട് ചാർട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ട്രെൻഡ് ലൈൻ യൂസ് ചെയ്യുന്നു, അതിനുശേഷം മൾട്ടിപ്പിൾ പോയിൻറ്റ്സ് കണക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, താഴേക്ക് ആ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്ത് വരയ്ക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, 2 പോയിൻറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പോയിൻറ്റ്സ് ഇവിടെ കണക്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ എന്ത് ചെയ്യാം, അപ് ട്രെൻഡും അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡും നിങ്ങൾക്ക് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ആ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്താൽ മതി. അതായത് ഈ ഒരു സ്ക്രീനിൽ നേരെ നമ്മൾ നോക്കുന്ന സമയത്ത് ലെഫ്റ്റിൽ നിന്ന് നേരെ താഴേക്കാണ്, ബോട്ടത്തിലേക്കാണ് റൈറ്റ് ബോട്ടത്തിലേക്കാണ് വരുന്നതെങ്കിൽ അതൊരു ഡൗൺ ട്രെൻഡാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അപ് ട്രെൻഡ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി എങ്ങനെയാണ് ഈ ഒരു സൈഡ് വേസ് മാർക്കറ്റ് വരുന്നതെന്ന് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് ഈ ഒരു ഭാഗത്തൊരു സൈഡ് വേസ് മാർക്കറ്റ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഞാനിവിടെ ഹൊറിസോണ്ടൽ റേ യൂസ് ചെയ്യുവാണ്. ജസ്റ്റ് എടുക്കുക, അതിനുശേഷം ഈ 2 പോയിൻറ്റ്സും കണക്ട് ചെയ്ത് പോകുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഹൊറിസോണ്ടൽ റേ ലൈൻ ഇവിടെ പ്ലോട്ട് ആയിട്ടുള്ളത് കാണാം. ഇവിടെ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്, തൊട്ടടുത്ത് ഈ ഒരു ഭാഗത്ത് 2 തവണ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഇനി നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ എടുത്ത് നമ്മുടെ മേളിൽ റെസിസ്റ്റൻസ് ഒന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ പോയിൻറ്റ്സ് കണക്ട് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഈ ഒരു പോയിന്റ് കണക്ട് ചെയ്ത് പോകുന്നുണ്ട്, ഇവിടെ 3 or 4 ക്യാൻഡിൽസ് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്, ഈ ഒരു പോയിന്റിൽ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. എപ്പോഴൊക്കെ നമ്മുടെ ആ ഒരു ഹൊറിസോണ്ടൽ ലൈനിലേക്ക് ടച്ച് ചെയ്യുന്നു അവിടെ നിന്ന് റിജക്റ്റ് ചെയ്ത് പ്രൈസ് താഴേക്ക് വരുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് അപ് ട്രെൻഡും അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡും സൈഡ് വേസ് മാർക്കറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ആകേണ്ടതാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ആകുക. ഞാൻ എന്തായാലും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ ചോദിച്ച് തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് എങ്ങനെ ഒരു അപ് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാം, ഡൗൺ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതുപോലെ തന്നെ സൈഡ് വേസ് മാർക്കറ്റിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നായിരുന്നു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെഷൻസിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ വരച്ച നോട്ടിൽ എഴുതിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിച്ച് കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. താങ്ക് യു.